പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നിവിടെ DXF ഫോർമാറ്റിലുള്ള ഒരു ഫയൽ എങ്ങനെ നമുക്ക് ടെക്സ്റ്റ് ഫയലാക്കി മാറ്റാം. അപ്പോൾ ഉദാഹരണത്തിന് നമുക്കിപ്പോൾ ഇവിടെ കുറേ പോയിന്റ്സ് കാണാൻ പറ്റും. ഇത് സൈറ്റിൽ നിന്ന് നമ്മൾ സർവേ ചെയ്ത DXF ഫയലാണ്. ലേക്ക എന്ന് പറയുന്ന ടോട്ടൽ സ്റ്റേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ സർവേ ചെയ്ത കുറച്ച് പോയിന്റ്സ് ആണ്. ഇത് DXF ഫോർമാറ്റിലാണുള്ളത്. അപ്പോൾ ഈ പോയിന്റ്സിൻ്റെ XY Z നമുക്ക് എങ്ങനെ ഒരു ടെക്സ്റ്റ് ഫയലാക്കി കൺവേർട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ കീബോർഡിൽ DX എന്ന് ടൈപ്പ് ചെയ്യുക, അതായത് ഡാറ്റ എക്സ്ട്രാക്ഷൻ. അതിനുശേഷം ഡാറ്റ എക്സ്ട്രാക്ഷൻ ബിഗിൻ. അപ്പോൾ ഇത് ആദ്യത്തെ പേജാണ്. ഈ ആദ്യത്തെ പേജ് നമുക്ക് വെറുതെ നെക്സ്റ്റ് കൊടുക്കാം. അതിനുശേഷം നമുക്ക് എവിടെയെങ്കിലും ഇത് സേവ് ചെയ്യാം. അതിനായിട്ട് ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യാം. അപ്പോൾ ഞാനൊരു ഫയൽ നെയിം എന്തെങ്കിലും ഒരു നെയിം കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ 1 എന്ന് കൊടുക്കുന്നു, സേവ് കൊടുക്കാം. അപ്പോൾ അതിനുശേഷം ഈ ഡാറ്റ സോഴ്സ് എന്നുള്ളത് ഡ്രോയിങ് ഓർ ഷീറ്റ് സെറ്റ് എന്നാണ്. അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യേണ്ടുള്ളത് ഇതാണ്, സെലക്ട് ഒബ്ജക്ട്സ് ഇൻ ദ കറണ്ട് ഡ്രോയിങ്. അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആ പോയിന്റ്സ് എല്ലാം സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഈ ടെക്സ്റ്റ് ഒക്കെ ഉണ്ട്, അത് പ്രശ്നമില്ല. അപ്പോൾ ഇത് സെലക്ട് ചെയ്തതിന് ശേഷം വീണ്ടും എൻ്റർ ചെയ്യാം. അപ്പോൾ ആ പോയിന്റ്സ് ഒക്കെ അവിടെ സെലക്ട് ആയിട്ടുണ്ട്. നെക്സ്റ്റ് കൊടുക്കാം. ഇവിടെ നമുക്ക് ആ പോയിന്റ്സ് ആണ് വേണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ടെക്സ്റ്റ് ലൈൻ എന്നുള്ളത് ഡീസെലക്ട് ചെയ്യാം. നെക്സ്റ്റ് കൊടുക്കാം. അതിനുശേഷം ഇവിടെ വന്നിട്ട് ഈ കാറ്റഗറി ഫിൽറ്റർ എന്നുള്ളതിൽ നമുക്ക് 3D ഡ്രോയിങ്സ്, ജനറൽ, ഈ മിസലേനിയസ് എന്നുള്ളത് ഇത് എല്ലാം ഡീസെലക്ട് ചെയ്തതിന് ശേഷം ഈ ജോമെട്രി എന്നുള്ളത് മാത്രം സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ പൊസിഷൻ X, Y, Z, അതിനുശേഷമുള്ള സ്കെയിലുകളൊക്കെ ഓഫ് ചെയ്യുക. വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഈ കൗണ്ട്, നെയിം, പൊസിഷൻ X, Y, Z. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ 2 കോളംസ് നമുക്ക് വേണ്ട, കൗണ്ടും നെയിം. അപ്പോൾ ഇങ്ങനെ ഡീസെലക്ട് ചെയ്തു. വീണ്ടും ഇവിടെ നെക്സ്റ്റ് കൊടുത്തു. ഈ ഔട്ട്പുട്ട് ഡാറ്റ ടു എക്സ്റ്റേണൽ ഫയൽസ് എന്നുള്ളത് കൊടുക്കാം. അത് XLS ആയിട്ടും CSV ആയിട്ടും ഒക്കെ നമുക്ക് കൺവേർട്ട് ചെയ്യാം. കൊടുത്തു. അതിനുശേഷം നമുക്ക് എവിടെ സേവ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഡെസ്ക്ടോപ്പിൽ ഇപ്പോൾ ഞാൻ സർവേ ചെയ്തപ്പോൾ ആ ഒരു ഫയൽ നെയിമാണ് കാണിക്കുന്നത്. നമുക്ക് വേറൊരു ഫയൽ നെയിം കൊടുക്കാം, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഈ XLS എന്ന് പറയുന്നത് നമ്മളുടെ എക്സൽ ഫയലാണ്. ഇവിടെ വന്നിട്ട് ടെക്സ്റ്റ് ഫയൽ ഇവിടെ ഉണ്ട്. നമുക്ക് ഇതിൽ ഒന്നുകിൽ ടെക്സ്റ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ഈ എക്സൽ ഫയലായിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യുക. നെക്സ്റ്റ് കൊടുക്കുക, ഫിനിഷ് കൊടുക്കുക. ഇതാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്ത ആ ടെക്സ്റ്റ് ഫയൽ. ഇതാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് നമ്പറിംഗ് ഒക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ എക്സൽ ചെയ്യുന്നതായിരിക്കും, എക്സലായിട്ട് കൺവേർട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇപ്പോൾ ഇവിടെ ഞാൻ ഈ ടെക്സ്റ്റ് ഫോർമാറ്റിൽ കൺവേർട്ട് ചെയ്യുന്നേ ഉള്ളൂ.